നിലമ്പൂരിൽ വികസനം ചർച്ചയാക്കി ഇടതുമുന്നണി. വികസന ചർച്ചകൾക്ക് കോൺഗ്രസിന് ഭയമെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. LDFും UDFും വികസന വിരുദ്ധരെന്നാണ് BJPയുടെ പ്രചരണം. 16-ാം തീയതി പ്രിയങ്കാഗാന്ധി പ്രചരണത്തിനെത്തും. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 13 മുതൽ 3 ദിവസവും മണ്ഡലത്തിൽ ഉണ്ടാകും. അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എന്തായാലും ഇനി 10 ദിവസങ്ങൾ മാത്രമേ പ്രചാരണത്തിലുള്ളൂ. അവസാന 10 ദിവസത്തിലേക്ക് നിലമ്പൂർ പ്രചാരണം എത്തുകയാണ്. ഈ ദിവസം വരെ കൃത്യമായി ഏത് വിഷയത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് മുന്നണികൾക്ക് അറിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രമാത്രം ഇതുവരെ നടന്ന സംഭവങ്ങൾ തന്നെയാണ്, പഴയ വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമായും നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞ വന്യമൃഗ ഭീഷണിയടക്കം 15-കാരൻ മരിച്ചതടക്കം വലിയ വിഷയമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം 13-ാം തീയതി മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ ചിത്രം മാറും. വികസനം ആയുധമാക്കാൻ, വികസനം ചർച്ചയാക്കാൻ ഇടതുമുന്നണി ഒരുങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെ, എന്താണ് നിലമ്പൂരിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും നിലമ്പൂരിൽ വികസനം ചർച്ചയാക്കണമെന്ന ആവശ്യമാണ് എന്ന നിലപാടാണ് ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്. സർക്കാർ ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്തെ വലിയ വികസന പ്രവൃത്തികളാണ്. അത് ചർച്ചയാക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് മടിക്കുന്നു, എന്തുകൊണ്ട് ധൈര്യം കാട്ടുന്നില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിക്കുന്നത്. മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹവും ഈ വിഷയം നമ്മോട് സംസാരിക്കുമ്പോൾ ഉയർത്തി കാട്ടുന്നുണ്ട്. മാത്രമല്ല ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകണം. അതാണ് ഇടതുമുന്നണിയുടെ ആഗ്രഹം. വികസനം ചർച്ചയാൽ ഇടതുമുന്നണിക്ക് ഒപ്പം ജനങ്ങൾ നിൽക്കുന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. എന്നാൽ കോൺഗ്രസ് തുടക്കം മുതൽ ഈ മലപ്പുറത്തോടുള്ള CPMന്റെ സമീപനമാണ്. അത് കാലാകാലങ്ങളായി CPM മലപ്പുറത്തെ അവഹേളിക്കുന്നു, അവഗണിക്കുന്നു എന്ന പരാതിയാണ് കോൺഗ്രസിനുള്ളത്. അതുതന്നെയാണ് അവർ ഉയർത്തുന്നത്. വികസന ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കണമെന്നൊരു ആവശ്യം CPM മുന്നോട്ട് വയ്ക്കുന്നെങ്കിലും അവർ പൂർണ്ണമായും അതിലേക്ക് എത്തിയിട്ടില്ല. BJPയും വികസനം തന്നെയാണ് പറയുന്നത്. BJP ജയിച്ചാൽ മാത്രമേ വികസനം സാധ്യമാകൂ, മറ്റു മുന്നണികൾക്കും അത് കഴിയില്ല എന്നാണ് അവരുടെ നിലപാടും അവരുടെ പ്രചരണ രീതിയും അതുതന്നെയാണ്. പക്ഷേ ഈ വികസന ചർച്ചകൾ എത്രത്തോളം ഇനി മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ച ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു, വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയവും ഈ മലപ്പുറത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. വലിയ ശക്തമായ വിഷയമായത് ഓരോ നിമിഷവും മാറുകയാണ്. വികസന ചർച്ചകൾ സ്വാഭാവികമായ ഒരു വശത്ത് നടക്കുന്നുണ്ട്. നിലമ്പൂരിലെ വികസന സാധ്യതകൾ, നിലമ്പൂരിനോട് കഴിഞ്ഞ 9 വർഷം ഇവിടെ MLA എന്ന PV അൻവറിന്റെ കാലത്ത് ഇടതുമുന്നണി ചെയ്ത കാര്യങ്ങൾ, ചെയ്യാതെ പോയ കാര്യങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. നിലമ്പൂർ ബൈപ്പാസ് വികസനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ വികസന രംഗത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഏതാണ് ഇനി CPM ആഗ്രഹിക്കുന്ന, ഇടതുമുന്നണി ആഗ്രഹിക്കുന്ന വികസനം ചർച്ച ചെയ്യാൻ തന്നെയാണ്. പക്ഷേ അത്ര എളുപ്പം അതിലേക്ക് വരാൻ കോൺഗ്രസും BJPയും ആ രീതിയിൽ തയ്യാറായിക്കില്ല. കാരണം മറ്റു വിഷയങ്ങൾ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന മറ്റു വിഷയങ്ങൾ കൂടി ഇവിടെയുണ്ട്. ദേശീയപാത വികസനം വലിയ ചർച്ചയായി നേരത്തെ തന്നെ ഉള്ളതാണ്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും CPM കേന്ദ്രങ്ങൾ, അത് CPMന്റെ നേതാക്കളും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവകാശപ്പെടുന്നത്. സമയബന്ധിതമായി പൂർത്തിയാകുന്ന ഉറപ്പ് കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. 13-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. 2ാം റൗണ്ടിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹത്തിന് ഒരു പൊതുയോഗമുണ്ടാകും. അവിടെ കൃത്യമായി ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കപ്പെടും. എന്താണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ക്ഷേമ വികസന പദ്ധതികൾ, സർക്കാർ മുന്നോട്ട് പോക്ക്, എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഈ നിലമ്പൂർ ജനതയ്ക്ക് മുഖ്യമന്ത്രി നൽകുമെന്ന് കണ്ടറിയണം. പ്രതിപക്ഷത്തിന്, കോൺഗ്രസ് ക്യാമ്പിന്, UDF ക്യാമ്പിന് വലിയ ആവേശമുണ്ടാക്കിക്കൊണ്ട് പ്രിയങ്കാഗാന്ധി വയനാട് MP 14-ാം തീയതി ഇവിടെ എത്തുന്നുണ്ട്. പ്രിയങ്ക വരുന്നതോടുകൂടി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനും UDFനുമുണ്ട്. പ്രിയങ്ക ഗാന്ധിയോട് വയനാട്ടുകാർക്ക്, നിലമ്പൂരുകാർക്ക് കൂടെ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അത് വോട്ടായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റമാണ് ഇവിടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ UDFനുണ്ടായത്. അത് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി നിയമസഭയിലും അത്തരമൊരു അനുകൂല സാഹചര്യമായി മാറുമെന്നാണ് കോൺഗ്രസിൻ്റെ UDFന്റെ പ്രതീക്ഷ. BJPയും ഇന്നലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കളെ ഇവിടെ പ്രചരണത്തിന് എത്തിച്ചിരുന്നു. വളരെ കീ വോട്ടർമാരെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ട് ഉറപ്പുള്ള മേഖലകളിൽ ചെന്ന് അവിടെ ആ വോട്ട് ഉറപ്പിക്കുകയാണ് BJP പ്രധാനമായും ചെയ്യുന്നത്. 10,000-ന് മുകളിലേക്കെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് BJPക്ക് ഈ ഘട്ടത്തിലുള്ളത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കാനും മറ്റ് ക്രൈസ്തവ മേഖലയിലെ ആളുകളുമായൊക്കെ കൂടിക്കാഴ്ച നടത്താനുമൊക്കെ BJP നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിൽ വിഷയങ്ങൾ മാറിമറിയുമെന്ന് ഉറപ്പാണ്. പ്രചരണം അതിൻ്റെ എല്ലാ ആവേശത്തിലേക്കും തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറുമെന്നും ഉറപ്പാണ്. ഭവ്യ. ശരി, നദീ വി അരുണാണ് വിശദ വിവരങ്ങൾ നൽകിയത്.